ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഓണത്തിൻ്റെ എന്തെങ്കിലും ഒരു വൈബായിരിക്കും എന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെയും ഓണത്തിന് അങ്ങനെ ഫാമിലി ഒരു ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ജസ്റ്റ് ഒരുമിച്ചിരുന്ന സദ്യയും പിന്നെ അതിൽ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കണം എന്ന്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള ഐറ്റം ആണല്ലോ അത്തപ്പൂ. അപ്പം ഈ അത്തപ്പൂ ഇട്ട് വലിയ പരിചയമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് കേട്ടോ ഈ അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ അതിന് സർക്കിളിൻ്റെ കാര്യമൊന്നും എനിക്ക് കുറച്ച് ടാസ്ക്കായിരുന്നു. അപ്പോൾ സനി എടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും സനി സർക്കിൾ സെറ്റപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം സർക്കിൾ അല്ലാതെ വേറൊരു ഷേപ്പിൽ നമുക്ക് അത്തപ്പം അങ്ങോട്ടൊരു വൈബായിട്ട് വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കിൾ അവൻ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഫ്ലവേഴ്സിൻ്റെ കാര്യം നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഒരു 5 ടൈപ്സ് ഉണ്ടായിരുന്നു. ബട്ട് ആ മിഡിൽ പോർഷനിൽ ഇരിക്കുന്ന ആ ഒരു ഫ്ലവർ അത്ര ഒരു വൈബില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്തു കേട്ടോ. ഫ്ലവർ സത്യം പറഞ്ഞാൽ കുറച്ച് കുറവായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ ഉമ്മ സദ്യക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഡിഷസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണിക്കാം കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ ഇതൊന്നും ഉണ്ടാക്കി തീർന്നില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് അത് കാണിക്കാം. പിന്നെ കുറച്ച് നേരം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ആ ഒരു ഡിസൈൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര ടാസ്ക് ഡിസൈനൊന്നും അല്ലായിരുന്നു. എന്നാലും കുറച്ച് ആ മെഷർമെൻറ്റ് എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ കുറച്ച് ടാസ്ക് ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഇടാം. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ഉമ്മ പായസം ഇരിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഇത് അത്രങ്ങോട്ട് ഈ ഒരു അടപ്പായസം അത്രങ്ങോട്ട് വൈബില്ല. സേമിയാണ് കൂടുതൽ ഇഷ്ടം. ബട്ട് അടപ്പായസമാണല്ലോ അതിൻ്റെ ഒരു വൈബ്. പിന്നെ അത് നമ്മൾ പെട്ടെന്ന് പോയി റെഡിയായി വന്നു. ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് നമുക്ക് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയായിട്ട് എല്ലാവരും ഓരോ റെഡിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഉമ്മയും സെറ്റ് സാരി കൊടുത്ത് സെറ്റപ്പായിട്ട് വന്നു. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിലോട്ട് കയറി കേട്ടോ. അത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലല്ലോ. കാരണം ആദ്യം ഉമ്മയും അപ്പയിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ 4 പേരും കൂടെ ഫോട്ടോ എടുത്തു. കാരണം നമ്മൾ 4 പേര് മാത്രം ഉണ്ടായതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ് ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ പിന്നെ കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും വാപ്പായും കൊണ്ടിരുന്നു കേട്ടോ. വാപ്പ ഫുൾ എന്നെ ആയിരുന്നു ടാർജറ്റ്. അവർ 3 പേരുടെ ടാർജറ്റ് ഞാനായിരുന്നു. കാരണം ഈ ഒരു സാരി കൊടുത്ത് നമുക്ക് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും എൻ്റെ കൈ നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇവർ 3 പേരും കൊണ്ടിരുന്ന് എന്നെ കുറേ കളിയാക്കുന്നുണ്ട്. ബട്ട് അതിലൊന്നും ഞാൻ വീഴത്തില്ല ഗൈസ്. അതാണ് അതിൻ്റെ ഒരു
സദ്യക്കുള്ള സംഭവമെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത്രയായിരുന്നു കേട്ടോ നമ്മളെ ഡിഷസും കാര്യങ്ങളൊക്കെ. ശർക്കര വരട്ടി പോലും ഉമ്മ ഉണ്ടാക്കിയാണ്. ബിക്കോസ് നമ്മൾ എന്തോ വാങ്ങാൻ അത് മറന്നുപോയി ഗൈസ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കുറവ് വേണ്ടെന്ന് വിചാരിച്ചു, അതും ചെയ്തു. ഇത്രയായിരുന്നു നമ്മുടെ ഡിഷസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസവും ഉമ്മ ലാസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പിന്നെ എന്താ ഇലയൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.